ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ട് നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ലോങ് വീഡിയോസിലൂടെയോ അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിലൂടെയോ നിങ്ങൾ കംപ്ലീറ്റ് ആക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് 10 മില്യൺ വ്യൂസ് വിത്തിൻ 90 ഡേയ്സിൽ, അതായത് 3 മന്തിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ നിന്ന് നമുക്കൊരു മെയിൽ വരുന്നത്, യുവർ ചാനൽ ഈസ് കറന്റ്ലി നോട്ട് എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ, റീയൂസ്ഡ് കണ്ടന്റ് എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചാനലിൽ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഹൈപ്പും തരാനും മറക്കരുത്. ആദ്യം ഷോർട്ട് വീഡിയോകളെ പറ്റി പറയാം. നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണ് എങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഷോർട്സിലും ഹ്യൂമൻ ടച്ച് ഉണ്ടായിരിക്കണം. ഹ്യൂമൻ ടച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ ഉൾപ്പെടുത്തണം. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു കുക്കിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വോയിസ് ഓവർ ആയിരിക്കില്ല, അതിന് പകരം സോങ്ങോ മ്യൂസിക്കോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഉപയോഗിച്ചായിരിക്കും നിങ്ങളുടെ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. കാരണം ആ കുക്കിംഗ് വീഡിയോ നിങ്ങൾ ചെയ്യുന്ന, അതായത് നിങ്ങളുടെ ഹ്യൂമൻ ടച്ച് ആണ്. അതുകൊണ്ട് നിങ്ങൾക്കതിൽ മോണിറ്റൈസേഷൻ ലഭിക്കും. ഇനി നിങ്ങൾ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോസോ ഡിവോഷണൽ വീഡിയോസോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണ് എങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസിൽ നിങ്ങൾ ചിലപ്പോൾ വിഷ്വലായിട്ട് കാണിക്കുന്നത് മറ്റു പലയിടത്തുനിന്നും എടുത്തിട്ടുള്ള ചെറിയ വീഡിയോയുടെ ക്ലിപ്പുകളോ ഇല്ലെങ്കിൽ ഫോട്ടോകളോ ഒക്കെ ആയിരിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ വിഷ്വലായിട്ട് നിങ്ങൾ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായാലും നിങ്ങളുടെ വോയിസ് ഓവർ ഉണ്ടായിരിക്കണം. അത് അല്ല എന്നുണ്ടെങ്കിൽ ഫേസ് കാണിച്ചിരിക്കണം. ഫേസ് കാണിച്ചുകൊണ്ട് ആ വിഷ്വലിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിക്കേണ്ടി വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഏത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സും ആയിക്കോട്ടെ, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ ഹ്യൂമൻ ടച്ച്, നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ ഉൾപ്പെടുത്തണം. അതിപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് കാണിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസ് ഓവർ നൽകിയിരിക്കണം, അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരിക്കണം. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി അതല്ല, നിങ്ങൾ മറ്റെവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ എന്തെങ്കിലും എഴുതിയാണ് കാണിക്കുന്നത്, അതുമല്ല എന്നുണ്ടെങ്കിൽ മറ്റ് സോങ്ങോ മ്യൂസിക്കോ ആണ് കാണിക്കുന്നു, ഇനി അതും അല്ല എങ്കിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത നിങ്ങൾ ഫ്രീ മ്യൂസിക് ഉപയോഗിച്ചിരുന്നാൽ പോലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അതായത് എഡിറ്റിങ്ങിലൂടെയുള്ള മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ അത് യൂട്യൂബ് അംഗീകരിക്കില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഷോർട്ട് വീഡിയോയുടെ വാച്ച് അവർ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യുന്നതല്ല, ഷോർട്ട് വീഡിയോസിന്റെ വ്യൂസ് ആണ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഇനി ലോങ് വീഡിയോസിനെ പറ്റി പറയാം. ലോങ് വീഡിയോസിനും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ എവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന വീഡിയോസോ അല്ലെങ്കിൽ AI വഴി ക്രിയേറ്റ് ചെയ്ത വീഡിയോസോ നിങ്ങൾ ഉപയോഗിച്ചിരുന്നാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ വോയിസ് ഓവർ ഉണ്ടായിരിക്കണം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരിക്കണം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ ഉടനീളം നിങ്ങളുടെ ഫേസ് കാണിച്ചിരിക്കണം. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 100% നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ലൈവ് സ്ട്രീമുകളെ പറ്റി പറയാം. നിങ്ങൾ ഫേസ് ലൈവുകളല്ല ചെയ്യുന്നത്, സ്ക്രീൻ കാസ്റ്റ് ലൈവ്, ഗെയിമിംഗ് ലൈവുകളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈവിൻ്റെ ഉടനീളം നിങ്ങളുടേതായിട്ടുള്ള ഓൺ വോയിസ് ഓവർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈവ് സ്ട്രീമിലൂടെ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. ലൈവ് സ്ട്രീമിന്റെ വോയിസ് ഓവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഓഡിയോ നിങ്ങളുടെ ലൈവ് സ്ട്രീമിന്റെ ഉടനീളം കേൾപ്പിക്കണമെന്നല്ല. ലൈവ് സ്ട്രീമിൽ നിങ്ങളുടെ വ്യൂവേഴ്സ് എന്താണോ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണോ ചോദിക്കുന്നത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കുക എന്നതാണ് ഈ വോയിസ് ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി കോമൺ ആയിട്ട് പല ക്രിയേറ്റേഴ്സും ചെയ്യുന്ന തെറ്റിനെ പറ്റി പറയാം. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ വീഡിയോസിന് കൂടുതൽ വ്യൂസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തെറ്റായിട്ടുള്ള കീവേഡ്സും ടാഗും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കാതെ വരും. അതുമല്ല, ഇപ്പോൾ നമ്മുടെ കണ്ടന്റുമായി ബന്ധമില്ലാത്ത കീവേഡ്സ് കൊടുക്കുകയും ഇപ്പോൾ പല റീച്ചായി നിൽക്കുന്ന യൂട്യൂബിൽ റീച്ചായി നിൽക്കുന്ന പല ക്രിയേറ്റേഴ്സിൻ്റെയും പേര്, അവരുടെ ചാനലിൻ്റെ പേര് നമ്മുടെ കീവേഡായോ ടാഗായോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അതിനെ വയലേഷൻ ഓഫ് യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസി എന്നാണ് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൻ്റെ അൽഗുരിതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാവും. ഇത് യൂട്യൂബിൻ്റെ പോളിസികൾക്ക് എതിരാണ്. അതുപോലെ മറ്റൊരു കാര്യം, മിക്സ് കണ്ടന്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ മിക്സ് കണ്ടന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ചാനലിൽ ട്രാവലിംഗ് വ്ലോഗ് അപ്ലോഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്തു, അടുത്ത ഡിവോഷണൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. ഇങ്ങനെ മിക്സ് കണ്ടന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക. അതും നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വ്യൂവേഴ്സിനെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ടൈം യൂട്യൂബിന് ലഭിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് വ്യൂസ് വളരെയധികം കുറവാകും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇപ്പോൾ ലോങ് വീഡിയോസ് ആയിക്കോട്ടെ, ഷോർട്ട് വീഡിയോസ് ആയിക്കോട്ടെ, നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ എഡിറ്റിങ്ങിലൂടെയുള്ള മാറ്റങ്ങൾ മാത്രം അല്ല വരുത്തുന്നത്. അതായത് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് കാണിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ടുള്ള വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടോ, അതുമില്ല എങ്കിൽ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണോ എന്ന് ഉള്ള കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% മോണിറ്റൈസേഷൻ ലഭിക്കും. ഇല്ല, നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വീഡിയോസോ ഫോട്ടോസോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വിത്തൗട്ട് കോപ്പിറൈറ്റ് മ്യൂസിക്കോ സോങ്ങോ ഉപയോഗിച്ചാൽ പോലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ലഭിക്കുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒത്തിരി പേര് എന്നോട് ആവശ്യപ്പെടുന്നതാണ്, എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്യൂ, എനിക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുമോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയുമോ എന്നൊക്കെ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് അറിയിക്കുക. മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല, റീയൂസ്ഡ് കണ്ടന്റ് വന്നു, അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല, അതുപോലെ ആഡ്സെൻസിന് എന്തെങ്കിലും എറർ വന്നു, ഇതൊന്നും ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സഹായം തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.